വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബിഗ് ബോസിൽ നടന്ന രസകരമായ ഒരു സംഭവമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷാനവാസിന് പോയി ഷൂവിലൊക്കെ ഭയങ്കര കരട്. അപ്പോൾ ഷാനവാസ് അവിടെ നോക്കിയപ്പോൾ ഇതിൻ്റെ ഒരു മരത്തിൻ്റെ ഒരു ബ്രഷ് ഇരിക്കണേ. ആ ബ്രഷ് എടുത്തിട്ട് മൂപ്പര് ഇങ്ങനെ അങ്ങോട്ട് ഷൂവിൻ്റെ മുകളിലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ തുടച്ചിങ്ങനെ വൃത്തിയാക്കുക. ഇത് കണ്ടുകൊണ്ട് നൂറ വന്നു. അല്ല ഷാനവാസിക്ക എന്തായി കാണിക്കുന്നത്? ഈ ബ്രഷ് ഞാൻ 10 ദിവസമായിട്ട് ഞാൻ അന്വേഷിച്ച് നടക്കുക. 10 ദിവസമായിട്ട് ഞാൻ പല്ല് തേച്ചിട്ടില്ല. ഷാനവാസ് അത് ഷൂ പോളിഷ് ചെയ്യാനായിട്ട് എടുത്ത് വെച്ചോക്കാർന്നോ? എന്നിട്ട് ഞാൻ എൻ്റെ കൈ കൊണ്ടാണ് പല്ല് തേക്കുന്നത്. എൻ്റെ ബ്രഷ് കാണേണ്ടത് ഇത് ബിഗ് ബോസ് തന്ന ബ്രഷാണ് എനിക്ക്. അത് ഷാനവാസൊക്കെ ഇങ്ങനെ ചെയ്തത് വലിയ കഷ്ടാട്ടാ. അപ്പോഴാണ് ഷാനവാസ് പറഞ്ഞത്, അതേ ഇത് നിൻ്റെ ബ്രഷാണെന്നോ? അത് നീ പല്ല് തേക്കുന്ന ബ്രഷ്? ഞാൻ അറിഞ്ഞില്ല. ഇതിവിടെ ആരും ഉപേക്ഷിച്ച് ഇമാതിരി സാധനത്തോണ്ടൊക്കെ ആരെങ്കിലും ഇക്കാലത്ത് പല്ല് തേക്കുമോ? അതിന് ഷാൻസർ ബിഗ് ബോസ് തന്നതല്ലേ, ഞാൻ മേടിച്ചു കൊണ്ടൊന്നല്ല, ബിഗ് ബോസ് എനിക്ക് തന്നാണ്. അത് വെച്ചിട്ട് ഞാൻ തേച്ചു വന്നത്. പക്ഷെ അത് മോഷണം പോയി. ഞാൻ അറിഞ്ഞ് വിചാരിച്ചാൽ നവീൻ എടുത്തുകൊണ്ട് പോയെന്നാണ്. പക്ഷെ ഇതിപ്പോൾ സത്യം ഇപ്പോഴല്ലേ മനസ്സിലാവണത്. ഇനിയിപ്പോൾ അത് അതില്ല. അപ്പോൾ ഷാനവാസ് പറയും, അത് അയ്യേ നീ പല്ല് തേച്ച ആ ബ്രഷ് കൊണ്ടാണോ ഞാൻ എൻ്റെ ഷൂ ഇട്ട് തൊട്ട് കളഞ്ഞതും അതുപോലെ പൊടി കളഞ്ഞതും പോളിഷ് ചെയ്തത്? അയ്യേ എൻ്റെ ഷൂവിൻ്റെ ഒരു അവസ്ഥ, ഇനി ഷൂ മാറ്റേണ്ട വരില്ലോ. ആഹാ, നിങ്ങളുടെ ഷൂവാ മാറ്റേണ്ട വരിക അല്ലേ? ഞാൻ എൻ്റെ പല്ല തേച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞത്. ഇനി ഇത് എനിക്ക് പല്ല് തേക്കാൻ പറ്റുമോ? അത് ആദ്യം ആലോചിക്ക്. അപ്പോൾ പറഞ്ഞു, നീ ഷാനവാസ് ഇക്ക എന്ന് വിളിക്കണ്ട. ഇക്ക എന്ന് വിളിക്കുമ്പോൾ അത് ഭാഷ മാറിപ്പോവുക. നീ ഒരു കാര്യം ചെയ്യും, നീ എന്നെ ഷാനവാസ് എന്ന് വിളിച്ചാൽ മതി. അപ്പോൾ ഇനി നിനക്ക് ബ്രഷ് വേണ്ടല്ലോ. എനിക്ക് നിൻ്റെ പല്ല് തേച്ച ബ്രഷും എനിക്ക് ഷൂ പോളിഷ് ചെയ്യാനായിട്ട് വേണ്ട. അപ്പോൾ നമ്മുടെ നൂറ ഒരാഴ്ചയായിട്ട് 10 ദിവസമായിട്ട് അതിൻ്റെ ഉള്ളിൽ പല്ല് തേക്കാറില്ല. അപ്പോൾ ഈ ഷാനവാസ് പറഞ്ഞത്, 10 ദിവസമായിട്ട് പല്ല് തേക്കാണ്ട് എൻ്റെ അടുത്ത് കുറച്ചാൾ നെയ്യ് നിൽക്ക്, ആകെ ഒരു ബേഡ് സ്മെല്ല, മാറിയേക്ക്. ഞാനിത് ഇപ്പോഴല്ല അറിയണത്. കൈകൊണ്ടൊക്കെ തേച്ച് കഴിഞ്ഞാൽ എന്തോരം വെളുക്കും നമുക്ക് അറിഞ്ഞൂടെ, എന്തോരം മണം വരാണ്ടിരിക്കുന്നത്. മാറിയേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു കോമഡി രംഗം. അതിപ്പോൾ എന്തായാലും ഷാനവാസ് ചെയ്തത് എന്തായാലും നല്ല കാര്യമാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നൂറയുടെ ചെരുപ്പ് കമ്പനിയല്ല മൂപ്പർക്ക് ഇപ്പോൾ, ഇനി മൂപ്പര് ബ്രഷ് കമ്പനി തുടങ്ങട്ടെ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.